വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരിങ്കിനാവും. അദ്ദേഹം 2-3 ആത്മകഥയുണ്ട്. കർമ്മ വിഭാഗവും കണ്ണീരിങ്കിനാവുമാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആത്മകഥ. അതിൽ അദ്ദേഹം അക്ഷരം പഠിച്ചതിനെ, ഇദ്ദേഹം വളരെ കുഴപ്പക്കാരനായിരുന്നൊരു കുട്ടിയായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് കുട്ടിക്കാലത്ത്. അദ്ദേഹത്തിനെ ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഗുരുനാഥനെ ആദ്യം ഗുരുനാഥൻ കുളിക്കാനായിട്ട് കുളക്കടവിൽ വന്ന് നിന്നപ്പോൾ ഗുരുനാഥൻ ഒന്ന് മുങ്ങി തിരിച്ചു കയറിപ്പോയപ്പോൾ ഇയാൾ വല്ലാത്ത രീതിയിൽ ഈ കൊച്ചു വീറ്റി തിരിഞ്ഞു നിന്ന് അയാളെ കോക്കറി കാണിച്ചു. വീറ്റി എഴുതിയിരിക്കുന്നത് ചക്ക കാട്ടുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്തു എന്നാണ്. പക്ഷെ വീറ്റിക്കൊരു അബദ്ധം പറ്റി. ഈ ഗുരുനാഥന്മാരെ കുളിച്ചിട്ട് ഭസ്മം ഇടാൻ വേണ്ടി അവിടെ ഒരു കണ്ണാടി നോക്കിയിരുന്നു. ഈ വീറ്റി കാണിച്ചതെല്ലാം ഈ ഗുരുനാഥൻ ഇതിൽ കൂടെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ തൻ്റെ ഒരു കുട്ടി, ഒരു അധ്യാപകൻ ഏറ്റവും തകർന്നു പോകുന്ന അവിടെയാണ്. നമ്മളൊരു കുട്ടി, നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മളെ ഇത്രയധികം വെറുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഗുരുനാഥൻ, കറുത്തേടൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പഠിപ്പിക്കൽ നിർത്തി. അങ്ങനെ ഒരു ഗുരുവിന്റെ പഠിപ്പിക്കൽ നിർത്തിയ ആളാണ് വീട്ടി ഭട്ടതിരിപ്പാട്. അക്ഷരം അറിഞ്ഞുകൂടാ. 14 പിന്നെ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ വീടിനടുത്തുള്ള അയ്യപ്പൻ കോവിലില് വീട്ടി ഭട്ടതിരിപ്പാട് കീഴ്ശാന്തിയായിട്ട് പോയി. ഈ കീഴ്ശാന്തിയുടെ ജോലി എന്ന് പറയുന്നത് തിടപ്പള്ളിയിൽ പായസം വയ്ക്കുകയൊക്കെയാണ് ജോലി. അങ്ങനെ ഈ പായസത്തിന് ഒരു 4:30 മണിക്കൊക്കെ, അപ്പോൾ 6 മണിക്ക് ദീപാരാധന കഴിഞ്ഞിട്ട് പായസം നേദിച്ചാൽ മതി. അപ്പോൾ പായസത്തിനൊക്കെ റെഡിയാക്കിയിട്ട് ഇയാൾ അയ്യപ്പൻ കോവിലിന്റെ ആൾച്ചുവട്ടിൽ വന്നിരിക്കുമ്പോൾ തീയാടി നമ്പ്യാരുടെ ഒരു കൊച്ചു പെൺകുട്ടി, വീട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതുവഴി വരികയാണ്. ഈ പെൺകുട്ടി ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ പെൺകുട്ടി ഇയാളെ ക്രോസ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോയിട്ടൊന്ന് നിന്നു. എന്നിട്ട് തിരിച്ചു വന്ന് അവിടെ സ്കൂളിൽ പോയിട്ട് വരികയാണ്. ഇയാൾക്കതില്ലല്ലോ. ഒരു നോട്ട് പുസ്തകം പഠിച്ചെടുത്തിട്ട് വീട്ടിൽ നിന്ന് മുതിർന്നു, മീശയൊക്കെ മുളച്ചു തുടങ്ങി. അതായത് 15 വയസ്സൊക്കെ ആയി. 16 വയസ്സ് വരെ ആയി. ഈ ബുക്ക് നീട്ടിയിട്ട് ചോദിച്ചു, ഈ കണക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? തൊലഞ്ഞു. വീട്ടി ആ ബുക്കിലേക്ക് നോക്കിയിട്ട് വീട്ടി പറഞ്ഞ സെന്റൻസ് ഉണ്ട്: മണ്ണിൽ കുനിയനുറുമ്പ് നുരയിട്ടതുപോലെ കാണായ എന്തൊക്കെയോ. അറിഞ്ഞൂടാ എന്താണ് അക്ഷരം എന്ന് അറിഞ്ഞൂടാ. മണ്ണിൽ കൂടെ ഉറുമ്പ് ഇഴഞ്ഞു പോകും. കാരണം അവൻ ഈ തിടപ്പള്ളിയിലും അമ്പലത്തിലൊക്കെ പായസം വയ്ക്കുമ്പോൾ ഈ കൊച്ചു മണ്ണൊക്കെ ഇതൊക്കെ ഇഴഞ്ഞു പോകുന്ന ഒരു വരകൾ കാണാം. അതുപോലെയാണ് ഈ അക്ഷരങ്ങൾ തോന്നിയെന്നാണ്. അറിഞ്ഞുകൂടാ. എനിക്ക് വായിക്കാനേ അറിയില്ല എന്ന് ഇത്തിരിയോളം പോകുന്ന ഈ പെൺകുട്ടിയോട് മീശ മുളച്ച ഞാൻ എങ്ങനെ പറയും? വീട്ടിയുടെ വാക്കുകളാണ്. എനിക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന് ഈ ഇത്തിരി പോകുന്ന പെൺകുട്ടിയോട് മീശ മുളച്ച ഞാൻ എങ്ങനെ പറയും? അന്ന് രാത്രി വീട്ടിൽ ചെന്ന് അയാളെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചു. ഞാൻ ഈ പറയുന്നതാണ്, നമ്മുടെ മക്കൾക്ക് ചില സമയത്ത് ചില ഉദ്ബോധനം ഉണ്ടാവും.